ആ ഫാമിലി റൂം ഒഴിവുണ്ടെങ്കിൽ ആ പാർട്ടി അതിലോട്ടിരുത്തെ. ഇപ്പൊ പേടി മാറിയോ? പേടി. ഞാൻ ആദ്യമാ ഇങ്ങനെയൊക്കെ. ആണോ? ഞാനും അതെ. നീ ഇങ്ങനെ ചെരുപ്പിടാൻ നടന്നാ പറ്റുകയല്ല. ഇന്ന് ഞാൻ നിനക്ക് ഒരു ജോഡി ചെരുപ്പ് വാങ്ങിച്ചു തരും. വേണ്ട വേണ്ട, ഇത്രയും കാലം ചെരുപ്പില്ല നടന്നിട്ട് എന്റെ കാലം തേഞ്ഞിട്ടൊന്നുമില്ല. അതൊന്നും ഇവിടെ കേൾക്കണ്ട. ഒന്നുകിൽ ഒരു ജോഡി ചെരുപ്പും ഒരു വാച്ചും, അല്ലെങ്കിൽ 2 സാരിയും അതിലൊത്ത അരിയുടുപ്പും. ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചു തന്നിട്ടേ നിന്നെ ഇന്ന് ഞാൻ അയക്കത്തുള്ളൂ. നമുക്ക് പോവാൻ പോത്രണ്ണ. ഇത് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. എന്തോന്ന്? എങ്ങനെയാണെന്നറിയാവോ മനസ്സിലാകുന്നേ? നീ ഹാഫ് സാരി ഉടുത്തോണ്ട് എന്നോട് ഇരിക്കുന്നുണ്ടാ. സാരി ഉടുത്തോണ്ടോ വരട്ടെ, ഒറ്റ ആളും നോക്കത്തില്ല. നമുക്കേ വേണമെന്നൊരു കാര്യം ചെയ്യാം. അയാളെ വിളിച്ച് ഇവിടെ റൂം കിട്ടുമോ എന്നൊന്ന് തിരക്കാം. ഓ, എന്തിന്? ചുമ്മാ വെറുതെ സംസാരിച്ചിരിക്കാം. വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അങ്ങ് പോവാം. അപ്പൊ അങ്ങനെയല്ലേ വിചാരിച്ചത്? ഞാൻ കളി പറഞ്ഞേനെ. കരഞ്ഞ് വെള്ളം ഉണ്ടാക്കാതെ. ഹോട്ടലാ, നമുക്ക് റൂം എടുക്കണ്ട. ഞാൻ പോവാം. റൂം വേണോ സാർ? വേണ്ട. ഫാമിലിക്ക് റൂം കൊടുക്കും. വേണ്ട വേണ്ട, നിങ്ങൾ ആ വേഗം ആ ബില്ല് കൊടുത്തേക്ക്. വേഗം. ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മില്ലിനകത്ത് പവിത്രം കൊച്ചേട്ടൻ ചാരിയാസരി കിടന്നുകൊണ്ട് ഉണ്ണിയപ്പം തിന്നുന്നു. പെണ്ണ് നിലത്തിരുന്ന് ചോറ്റുപാത്രത്തിൽ നിന്ന് ഓരോന്നോരോന്നിട്ട് എടുത്ത് കൊടുക്കുന്നു. അതിനിപ്പോ എന്താ? അങ്ങനെ കൊച്ചിലെ മുതലേ അതിനെ അറിയുന്നതല്ലയോ? ഏതായാലും ഞാനിതൊന്നും ചോദിക്കാനും പറയാനും പോകുന്നില്ല. അയ്യോ, എന്റെ ജാനകി അങ്ങനെയല്ല. ഒരു കാര്യങ്ങളും വിലക്കണം. അവര് കൊടുക്കുന്ന ആഹാരസാധനങ്ങൾ ഒന്നും തുടരുമെന്ന് പറയണം. മൂത്തവളുടെ വിദ്യ ചിലപ്പോൾ എവർക്കും കാണും. കൂടോത്രത്തിന്റെ ഇടപാട് വെച്ച് നടത്തിയ മറ്റവൾ ആണുങ്ങളെ പിടിക്കുന്നത്. ഉറങ്ങുമ്പോ നോക്കിയാ മതി. ഉള്ളി ചെന്നിട്ടുണ്ടേ ഉറക്കത്തിൽ പിച്ചും പേയും പറയും. അടി കൊണ്ടതുപോലെ കിടന്ന് ഉരുണ്ടു പറയും. ഞാനിപ്പോ വീട്ടിൽ ചെന്നിട്ട് എന്ത് പറയുമോ എന്തോ. നിന്റെ അണ്ണം വാങ്ങിച്ചെന്നാന്ന് പറയണം. നിന്റെ ചേച്ചിയും ആ നത്താണിയും തമ്മിൽ എങ്ങനെ ഇപ്പം? ഞാനൊന്നും തിരക്കാറില്ല. ഞങ്ങള് തമ്മിലിപ്പം വലിയ മിണ്ടാട്ടം പോലും ഇല്ല. അണ്ണനെ വഞ്ചിച്ചതോടെ ഞാനും അവരെ അങ്ങ് വെറുത്തു. ചേച്ചിക്ക് ആർത്തി കൂടിയതുകൊണ്ടാ ഇപ്പൊ കിടന്ന് കഷ്ണിക്കുന്നത്. അല്ലായിരുന്നു ഇപ്പൊ എന്താ? മഹാറാണിയെ പോലെ കഴിയരുതായിരുന്നു. അവൾക്കതിനുള്ള യോഗമില്ല. ആർക്കറിയാം, ചിലപ്പോ നിനക്കായിരിക്കും അതിനുള്ള യോഗം വെച്ചേക്കുന്നത്.
ഒന്ന് മിനിങ്ങി പെണ്ണ് അല്ലയോ? എവിടുന്നായി മിനുക്കമെന്നാ ഞാനും ആലോചിക്കുന്നേ. മിനിങ്ങണ്ട സമയമാവുമ്പോ പെമ്പിള്ളേര് കയറി അങ്ങ് മിനിങ്ങും. പിന്നെ ഞാൻ ഈയിടെ വരെ പോകാനുള്ള മരുന്ന് കൊടുത്തു. കുറെ വരെ പോയാലും ആള് തെളിയും. വരെ പോയില്ലേലും ആള് തെളിയും. ദമയന്തി, ഞാനൊന്നും കേൾക്കുന്നില്ല കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ ഈ സാരി വാങ്ങിക്കുള്ള ആ സാരി കൊടുത്തെന്നാ എനിക്കറിയേണ്ടത്. അത് ഞാൻ കൊടുത്തു. അവളെ പ്രതി മാമച്ചായ മനസ്സ് വിഷമിപ്പിക്കണ്ട. അതിന് ഞാനുണ്ട്, ഞാനിത് നോക്കുന്നുണ്ട്. ഈയിടെ എന്നെ കണ്ടാൽ അങ്ങനെ മുഖം വെട്ടിച്ച് നടന്നോളെ. വന്ന് ഞാൻ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞാലുടൻ വാലും തുമ്പില്ലാതെ എന്തെങ്കിലുമൊക്കെ കിടന്ന് പുലമ്പും. നീ ഒന്നും ഗവനിക്കാൻ പോകണ്ട. അങ്ങനെ ഞാൻ ഗവനിക്കുന്നില്ല. പക്ഷേ നാട്ടുകാരതും പറയുമ്പോഴാ. നാട്ടുകാരെന്ത് പറയുന്നു? മാമച്ചന്റെ മില്ല് ചേച്ചി പൂട്ടിച്ചതുപോലെ അണ്ണന്റെ മില്ല് ഞാനും പൂട്ടിക്കുന്ന. ഈ കുശുമ്പ് വർത്തവനാണ്. എന്റെ മില്ല് ആരും പൂട്ടിക്കല. അഥവാ പൂട്ടിച്ചാൽ ഞാനങ്ങ് സഹിച്ചു. ഇവന്റെ നെഹളിപ്പോട് ചേർന്നില്ലേ മാന്? ഉണ്ട്. ഇവനങ്ങ് വെച്ച് പിന്നല്ല. എവിടെയെങ്കിലും കൊണ്ടിട്ടൊന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചാൽ മതിയായിരുന്നു. പെണ്ണ് മില്ലിൽ വരവും പോക്കും ഒക്കെ ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. അത് സൂക്ഷം. ഓ, മില്ലിനകത്ത് കയറി എങ്ങനെയാ റെയ്ഡ് ചെയ്യുന്നത്? എന്റെ മാമച്ചായനൊന്ന് അടങ്ങ്. ഞാൻ ചിലതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. കണ്ടുവച്ച് പെണ്ണൊരു ദിവസം വയറ് വെപ്പിച്ചോണ്ട് വന്ന് കയറും. അന്നേരത്തെ അതിനവള് വേറെ വല്ല അവളുമാരുടെ അനിയത്തിയായിരിക്കണം. അങ്ങനെ തലകുത്തി നോക്കിട്ടെ ഇതുവരെ ഒന്ന് ഉപ്പ് നോക്കാൻ ഒത്തിട്ടില്ല. പിന്നെ ഞാൻ വയറ് വീർപ്പിക്കുന്നത് മാമച്ചായൻ അറിയേണ്ടത് അങ്ങനെ കള്ളവല്ലയോ? അത് ഞാൻ പിടിച്ചു തരും. എല്ലാം കഴിഞ്ഞിട്ട് ഒടുവിൽ എന്നെ ഗോപി ഒടുവിക്കാനുള്ള പരിപാടിയെങ്കിലേ ഉമ്മത്തെങ്ങാനും നിന്നെയും കൊച്ചിനെയും തെറ്റിച്ച് ഞാനും ഒന്ന് ചാവും. പറഞ്ഞേക്കാം. അവിടെ നിക്ക. ഓടരുതെന്ന്. എടാ ഓടരുതെന്ന് പറഞ്ഞില്ലേ? എടാ അവിടെ നിക്ക. ഇവിടെ നിക്കാനല്ലേ പറഞ്ഞത്? അച്ഛന്റെ സാധനങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ കുന്തിനാണൊക്കെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും. പിള്ളേരെടുത്ത് പൊട്ടിച്ചു കളഞ്ഞ പിന്നെ ബാക്കിയുള്ളവർക്കാ പാട്. എപ്പോഴും എന്തിനാ ഇങ്ങനെ ഇരുന്ന് തലകായുന്ന പണി ചെയ്യുന്നേ? ഓ, എടാ ഇവിടെ ആടുന്നു. ഓ, ഇങ്ങനെയും തന്തയ്ക്ക് പറക്കാമോ? സാരിയല്ല. എന്താ സാധനം നോക്ക്. ലുങ്കിയും ബനിയനുമാണ്. വീട്ടിലിരിക്കുമ്പോ ഇടാം. ഭാമി, എന്താ എനിക്ക്? ഓ, ഒന്നുമില്ല.
കുറുപ്പേ, വലിയ തിരക്കില്ലാത്ത ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റ് എടുത്തെടുത്ത്. വേണ്ട. എനിക്ക് വേണ്ട. എനിക്ക് വയറ്റിനല്ല സുഖമില്ല. എന്താ മാമി നിനക്ക്? ഒന്നുമില്ല. നമുക്ക് എവിടെങ്കിലും ഒരു മുറി എടുക്കാം. എനിക്ക് ഭാനുവിന്റെ കാര്യങ്ങൾ ഉള്ളവരും ചോദിക്കാറുണ്ട്. എടുക്കട്ടെ? 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 എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. ഇതെന്തെങ്കിലും പറ്റിപ്പോയാൽ എന്തെങ്കിലും പറ്റിയാല് ഞാൻ അങ്ങനെ കൈവിടുന്നു. അതല്ല, അണ്ണനെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നതെന്ന് അണ്ണൻ അറിഞ്ഞൂടാ. എല്ലാരും പറയുന്നത് കള്ള നോട്ടടിച്ചോ നോട്ടടവച്ചോ ഒക്കെയാ അണ്ണൻ കാശുകാരനായിരുന്ന. മനസ്സിന് വിഷമമാവുമല്ലോ എന്ന് കണ്ട് ഞാനതൊന്നും ഇത്രയും നാൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കാൻ